നമസ്കാരം. എരന്ന് മേടിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ കാര്യത്തിൽ അത് അച്ചിട്ടായിട്ടുണ്ട്. നമ്മുടെ പി.വി. അൻവറിന്റെ കയ്യിൽ നിന്ന് എരന്ന് തന്നെ മേടിച്ചിട്ടുണ്ട്. എന്തൊക്കെ മേളമായിരുന്നു. അഡ്വക്കേറ്റ് ജയശങ്കർ നമ്മുടെ ഈ നാട്ടിലെ ഏറ്റവും വലിയ പൊതുമാലിന്യമായിട്ടുള്ള മറുനാടൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിന്റെ ഫ്ലോറിൽ പോയിരുന്നു പി.വി. അൻവറിനെ ഒന്ന് വർഗീയവാദിയാക്കാനും മതരാഷ്ട്രീയവാദിയാക്കാനും ഒക്കെ വേണ്ടി ഒരു ശ്രമം നടത്തിയതാണ്. അവസാനം പി.വി. അൻവർ പിടിച്ച് ഭിത്തി കയറ്റി നല്ല പൊട്ടിക്കൽ വെച്ചു കൊടുത്തു. അതായത് നീ പറഞ്ഞത് മാറ്റി പറഞ്ഞില്ലെങ്കിൽ, ഖേദം പ്രകടിപ്പിച്ചില്ലെങ്കിൽ, മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിന്റെ തലയിൽ ഒരു ബക്കറ്റ് കക്കൂസ് മാലിന്യം ഞാൻ കൊണ്ടുവന്നൊഴിക്കുമടാ എന്ന് തന്നെയാണ് പി.വി. അൻവർ അഡ്വക്കേറ്റ് ജയശങ്കറിനോട് പറഞ്ഞത്. എന്തൊക്കെ രീതിയിലുള്ള പ്രയോഗങ്ങളാണ് അദ്ദേഹത്തെ പറ്റി വിശേഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത് എന്നൊന്നും ഞാൻ പറയുന്നില്ല. അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അത് കേട്ട പാടെ തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ മാളത്തിൽ കയറിയതാണ്. ഒരു പ്രതികരണവുമില്ല, പേടിച്ച് വീട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല. അതായത് പി.വി. അൻവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നത് ചെയ്യുന്ന ഒരാളാണ് എന്ന് നന്നായി തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിന് അറിയാം. നമ്മുടെ സുജിത് ദാസിന്റെ അവസ്ഥയും ഇപ്പൊ ആ ഫ്ലോറിൽ പോയിരുന്ന മറുനാടന്റെ അവസ്ഥയൊക്കെ എന്താണെന്ന്, അതിന്റെ മുതലാളിയായിട്ടുള്ള ഷാജന്റെ അവസ്ഥയൊക്കെ എന്താണെന്ന് നന്നായി തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിന് അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ജയശങ്കർ ഒളിച്ചിരിക്കുകയാണ്. ജയശങ്കറിനെതിരെ ഇങ്ങനൊരു വലിയ രീതിയിലുള്ള താക്കീത് കൊടുത്തുകൊണ്ട് പി.വി. അൻവർ രംഗത്തേക്ക് വന്നപ്പോൾ നൊന്തത് ഏഷ്യാനെറ്റിനാണ്. ഏഷ്യാനെറ്റിൽ അന്തിച്ചർച്ചയിലെ സ്ഥിരം സാന്നിധ്യമാണല്ലോ ഈ പറയുന്ന വർഗീയവാദിയായിട്ടുള്ള ഈ ഒരു ഇടത് വിരുദ്ധൻ. അതായത് അഡ്വക്കേറ്റ് ജയശങ്കറിനെ വിളിച്ചിരുത്തി, അതായത് ഇദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന ഒരു പദവിയും കൊടുത്ത് ഏഷ്യാനെറ്റ് ഇങ്ങനെ ഇരുത്തിയേക്കുകയാണ്. എന്നിട്ട് അവിടെ ഇരുന്നിട്ട് മുഴുവൻ ഈ പറയുന്ന പോലെ സംഘികൾ വെളുപ്പിക്കലാണ്, BJP വെളുപ്പിക്കലാണ് ഈ വിരുദ്ധന്റെ പ്രധാനപ്പെട്ട പണി എന്ന് പറയുന്നത്. ഇടതുപക്ഷത്തിനെതിരെ പച്ചക്കള്ളങ്ങൾ പറയുക, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുക, ഇതൊക്കെയാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിന്റെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. നല്ല ഗംഭീരമായിട്ടുള്ള സംഘപരിവാരങ്ങളെ ന്യായീകരിക്കുന്ന തൊഴിലാളിയാണ് ഇയാളെന്ന് നമുക്ക് എടുത്തു പറയാൻ കഴിയും. അപ്പൊ അങ്ങനെ ചൊറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇയാൾ എന്താണെന്ന് നന്നായി തന്നെ കഴിഞ്ഞ ദിവസം പി.വി. അൻവർ തുറന്നു കാണിച്ചു. അതോടുകൂടി തന്നെ ജനങ്ങൾക്ക് നന്നായി തന്നെ മനസ്സിലായിട്ടുണ്ട്. അതായത് ഈ നമ്മുടെ സുരേന്ദ്രൻ ഉണ്ടല്ലോ, സുരേന്ദ്രന്റെ കയ്യിൽ ശാഖാ ക്ലാസ്സിൽ വെച്ച് ഒരു ചെറിയ രാഗി കിട്ടുന്ന ഒരു സംഭവം കഴിഞ്ഞ ദിവസം പി.വി. അൻവർ പുറത്തു വിട്ടു. എന്നിട്ട് അദ്ദേഹം അതിന് മേളിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന പുത്തം വീട്ടിൽ ഷൗക്കത്ത് അലിയുടെ മകനായ പി.വി. അൻവർ എന്ന എനിക്ക് പാൻറ്റിനടിയിൽ കാക്കി നിക്കറും ഇട്ട് നിൽക്കുന്ന നിന്റെ മതേതര സർട്ടിഫിക്കറ്റ് തൽക്കാലം ആവശ്യമില്ലടാ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് തന്നെയാണ് പറഞ്ഞത്. അല്ലെങ്കിലും ഈ അഡ്വക്കേറ്റ് ജയശങ്കറിന് സംഘിമുഖമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. CPI ഉണ്ടായിരുന്ന സമയത്ത് സംഘപരിവാർ ഒരു മനോഭാവമുള്ള മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ളത് CPI ആളുകൾ തന്നെയാണ്. അവസാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തകർക്കാൻ വേണ്ടി CPI കടന്നു കയറിയ ഈ സംഘപരിവാർ ചാരൻ കാണിച്ചു കൂട്ടിയ പല വിക്രിയകൾ മൂലം സർക്കാരിനും പാർട്ടിക്കുമൊക്കെ ദോഷമാകുന്നു എന്ന് കണ്ടപ്പോൾ ചവിട്ടി പുറത്താക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇങ്ങനെ ഒരു കള്ള കുപ്പായം ഇട്ട്, രാഷ്ട്രീയ നിരീക്ഷകന്റെ കുപ്പായം വിട്ട് ഈ ഏഷ്യാനെറ്റിൽ വന്നിരുന്ന ഏഷ്യാനെറ്റ് ആരുടെയാണ്? അതായത് BJPയുടെ പ്രധാനപ്പെട്ട നേതാവ്, അതായത് മുൻ കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ, തിരുവനന്തപുരത്തെ NDAയുടെ സ്ഥാനാർത്ഥിയായിരുന്നു. പുള്ളിയുടെ ചാനലാണ്. ആ ചാനലിൽ വന്നിരുന്ന് BJPക്ക് വേണ്ടി ഇങ്ങനെ സ്തുതി പാടിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ നിഷ്പക്ഷൻ എന്നൊരു പേരും. അവസാനം ഈ കള്ള ബെടുവെ പി.വി. അൻവർ നന്നായി തന്നെ പിടികൂടി ഇദ്ദേഹത്തിന്റെ അകത്ത് കിടക്കുന്ന സംഘി മുഖം തുറന്ന് കാണിച്ചിട്ടുണ്ട്. ഇതോടുകൂടി തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ കയറിയിട്ടുണ്ട്. മാത്രമല്ല അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്തരത്തിൽ ആദ്യമായിട്ടൊന്നുമല്ല പ്രതികരണം നടത്തുന്നത്. അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ, അന്തരിച്ച കോടിയേരി ബാലകൃഷ്ണനെതിരെ, അങ്ങനെ തുടങ്ങി എല്ലാവർക്കുമെതിരെ, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടിയ വിഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബക്കറ്റ് മാലിന്യം നമുക്കാണെങ്കിൽ എടുത്ത് പുള്ളിയുടെ തലയിലേക്ക് ഒഴിക്കാൻ തോന്നും. അമ്മാതിരി ഒരു വിടുവായനാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇപ്പൊ തന്നെ പി.വി. അൻവർ ഇങ്ങനെ ഒരു വലിയ താക്കീത് കൊടുത്തുകൊണ്ട് ഇങ്ങനെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന പിന്തുണ കണ്ടില്ലേ? ഇടത് പക്ഷേ ജനാധിപത്യ മുന്നണിയിലുള്ള ആളുകൾ മാത്രമാണ്, കോൺഗ്രസിൽ നിന്നുള്ള ആളുകൾ, അങ്ങനെ നിരവധി രാഷ്ട്രീയ കക്ഷികളുള്ള ആളുകളൊക്കെ അത് നല്ല കാര്യമാണ്, അയാൾ അത് അർഹിക്കുന്നുണ്ട്, ഈ നാട്ടിലൊരു പൊതുശല്യമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറഞ്ഞു തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. രാഷ്ട്രീയവാദികളെ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ ഇവിടെ അരാഷ്ട്രീയവാദം പ്രചരിപ്പിക്കുക, ഇതൊക്കെയാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഈ മാലിന്യ ടാങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ അഡ്വക്കേറ്റ് ജയശങ്കറിനെതിരെ പി.വി. അൻവർ ഇപ്പോൾ ചെസ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ആ സിഗ്നലുമായി ബന്ധപ്പെട്ട് മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടുക മാത്രമാണ് മുമ്പിലുള്ള ഒരു പോം വഴിയെന്ന് നന്നായി തന്നെ അഡ്വക്കേറ്റ് ജയശങ്കറിന് അറിയാം. ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന നിശബ്ദത പോലും ഭയമാണ് എന്ന കാര്യത്തിലും യാതൊരു തർക്കമൊന്നുമില്ല. ADGP MR അജിത് കുമാറിനെതിരെ പി.വി. അൻവർ കളത്തിലിറങ്ങി പോരാടുമ്പോൾ എന്തിനാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ ഇത്രയധികം അസഹിഷ്ണുത പൂണ്ട് ഇങ്ങനെയൊക്കെ കിടന്ന് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നും കൊണ്ടല്ല,
ആരാണ് ADGP അജിത് കുമാർ? അജിത് കുമാറിൻ്റെ തനി മുഖമെന്താണ്? ആർക്ക് വേണ്ടിയാണ് വിടുവേല ചെയ്യുന്നത് എന്നതൊക്കെ പരിശോധിച്ച് നോക്കിയാൽ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ ഇപ്പോഴുള്ള ഈ ആദിയും ഈ പറയുന്ന പോലുള്ള ചൊറിച്ചലിനും കാരണം എന്താണെന്ന് നന്നായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. PV അൻവർ എന്ന് പറയുന്ന വ്യക്തി മറുനാടൻ മലയാളിയിലെ ഷാജൻ സ്കറിയക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ ജനങ്ങൾ നൽകിയ പിന്തുണ, ആ പോരാട്ടവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങൾ ചെന്നെത്തിയത് പോലീസിലേക്കായിരുന്നു. ഇപ്പോൾ പോലീസിലെ പല പുഴുക്കുത്തുകളെയുമൊക്കെ ഈ പറയുന്നത് പോലെ അദ്ദേഹം പറിച്ച് ദൂരെറിയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചില വർഗീയവാദികൾ, ചില ജയശങ്കർമാർ ഇങ്ങനെ രംഗത്തേക്ക് ഇറങ്ങി ഇത്തരത്തിലുള്ള അതായത് ഈ നമ്മുടെ നാടിന് വേണ്ടി യുദ്ധം ചെയ്യുന്ന, സത്യം പറഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടം തന്നെയാണ് ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പോരാട്ടം നടത്തുന്ന വ്യക്തിയൊക്കെ വർഗീയവാദിയാക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മലയാളികൾ അഡ്വക്കേറ്റ് ജയശങ്കർമാരെയൊക്കെ വെറുതെ വിടുവോ? നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർമാരൊക്കെ ഇപ്പോൾ PV അൻവർ പറഞ്ഞ എല്ലാ വിശേഷണങ്ങളും അർഹിക്കുന്ന ആളാണ് എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. ഈ വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ശൈലി അതിലേറെ രസകരമാണ് കേട്ടോ. എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ PV അൻവർ പറഞ്ഞത് എന്നൊന്നും ഇവർ പറയുന്നില്ല. അതായത് അഡ്വക്കേറ്റ് ജയശങ്കറിനെ ഇമാതിരി അസഭ്യ വർഷം നടത്തി PV അൻവർ എന്നാണ് പറയുന്നത്. പക്ഷേ അതിനിടയിൽ വന്ന് നിറയുന്ന കമൻറ്റുകൾ എന്താണ് തെളിയിക്കുന്നത്? അത് അർഹിക്കുന്നുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ എന്നാണ്. എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഈ വ്യക്തി ഏഷ്യാനെറ്റ് ചാനലിൽ വന്നിരുന്ന് മെഴുകിക്കൊണ്ടിരുന്ന സമയത്തൊക്കെ ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന രാഷ്ട്രീയവും ഇദ്ദേഹത്തിൻ്റെ ശൈലിയും ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും ഒക്കെ എന്തായിരുന്നു എന്ന് നന്നായി തന്നെ ജനങ്ങൾ മനസ്സിലാക്കിയെടുത്തിട്ടുള്ളതാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി സത്യത്തിൽ നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമല്ല ഈ നാടിന് തന്നെ വലിയൊരു വിപത്താണ് എന്ന് പറഞ്ഞാലും ഒരു തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും PV അൻവർ പറഞ്ഞിരിക്കുന്നത് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായും അദ്ദേഹം പറഞ്ഞത് ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അഡ്വക്കേറ്റ് ജയശങ്കറിനെ ഇനി ഉടനെ ഒന്നും മാധ്യമങ്ങളുടെ മുമ്പിൽ കാണാൻ ഒരു സാധ്യതയുമില്ല. K സുരേന്ദ്രനെ പോലുള്ള ആളുകളെയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുക, അതുപോലെ തന്നെ RSSനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുക, സംഘപരിവാരങ്ങളെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുക, അരാഷ്ട്രീയവാദിയായിട്ടുള്ള ഈ 2020 പോലുള്ള പാർട്ടികളെയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുക, ഇതൊക്കെയാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കറിൻ്റെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. നല്ല ഗംഭീരമായിട്ടുള്ളൊരു ന്യായീകരണ തൊഴിലാളിയാണ്. ഇങ്ങനെയുള്ള വിടുവായിത്തരം പറയുന്ന കുറേ ആളുകളെയൊക്കെ മാധ്യമങ്ങൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടന്ന് അവർ ഈ പറയുന്ന അന്തിച്ചർച്ചകളിലൊക്കെ പങ്കെടുപ്പിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, റേറ്റിംഗ് ഉയർത്താൻ വേണ്ടിയാണ്. ഇത്തരത്തിലുള്ള പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും കേൾക്കാൻ കുറേ ആളുകൾ വന്നിരിക്കുമെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഇത്തരത്തിൽ മണ്ടത്തരം പറയുന്ന കുറേ ആളുകൾ ആവശ്യമുണ്ട്. അങ്ങനെ മണ്ടത്തരം പറയുന്ന, നല്ല മികച്ച മണ്ടത്തരം പറയുന്ന രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന് പറയുന്ന ഒരു കുപ്പായം ഇട്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാമല്ലോ, ഈ അഡ്വക്കേറ്റ് ജയശങ്കർ സ്ഥിരം സാന്നിധ്യമായിരുന്നു VM വിനുവിൻ്റെ ചർച്ചയിൽ. അവസാനം എന്താണ് സംഭവിച്ചത്? അവസാനം മാർക്ക് റേറ്റ് പുറത്തു വന്നപ്പോൾ ഈ ഏഷ്യാനെറ്റ് താഴെ 1ാം സ്ഥാനത്ത് നിന്ന് താഴെ പോകുന്ന കാഴ്ചയൊക്കെ എല്ലാവരും കണ്ടു. എന്താണ് കാരണമെന്ന് എല്ലാവരും തപ്പിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ഈ പറയുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനെയൊക്കെ അന്തിച്ചർച്ചയിൽ വിളിച്ചിരുത്തിയത് കൊണ്ടാണ് എന്ന് മനസ്സിലായത്. അവസാനം ഈ ജയശങ്കറിനെ അടക്കം എടുത്ത് പള്ളയെ പുതിയ ചർച്ച നടത്തുന്നു, പുതിയ ആൾക്കാരെ കൊണ്ടുവന്നപ്പോഴാണ് ഏഷ്യാനെറ്റ് ഒന്ന് വലിയ രീതിയിൽ തന്നെ മെച്ചപ്പെട്ടത്. അവസാനം ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ആർക്കും അന്തിച്ചർച്ചയ്ക്ക് വേണ്ട, വേറൊന്നും കൊണ്ടല്ല, ഇതൊരു വലിയ മാൻഡ്രേക്കാണ് ഈ പുള്ളി എന്ന് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ അഡ്വക്കേറ്റ് ജയശങ്കറിനെ ആർക്കും വേണ്ടാത്ത അവസ്ഥയിലായി. ചില മഞ്ഞ ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ഇതുപോലെ പുള്ളിനെ വിളിച്ചിരുത്തി, ഇപ്പോൾ പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ, വിളിച്ചിരുത്തിയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ കുറേ വർഗീയവാദമൊക്കെ പറയും. എന്തായാലും PV അൻവർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിന് വലിയ രീതിയിലുള്ള പിന്തുണയാണ് പൊതുസമൂഹത്തിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെയും പാർട്ടിയുടെയും ഒക്കെ പിന്തുണ PV അൻവറിനുണ്ട്. PV അൻവർ ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നടത്തി മുന്നോട്ട് പോകട്ടെ. നമ്മുടെ നാട്ടിൽ നമുക്ക് വേണ്ടി സംസാരിക്കാൻ, നമുക്ക് വേണ്ടി പോരാടാൻ ഒരു ഒറ്റ കൊമ്പനുണ്ട്. ഒരു വലിയ കടന്നൽക്കൂട്ടത്തിൻ്റെ രാജാവുണ്ട്. അയാളുടെ പേര് PV അൻവർ എന്നാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. PV അൻവർ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവിൻ്റെ പേര് അത് സുവർണ ലിപികളിൽ കേരള രാഷ്ട്രീയത്തിൻ്റെ കഥ പറഞ്ഞു പോകുമ്പോൾ എഴുതപ്പെടുമെന്ന കാര്യത്തിലും ഒരു തർക്കമില്ല. എന്തായാലും ഒറ്റയാൾ പോരാട്ടത്തിൽ കൂടെ പാർട്ടിയും സർക്കാരും ഉണ്ട് എന്ന കാര്യം കൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.